ഒരു കാശുകാരനെയും കൊണ്ട് എന്നെ കെട്ടിക്കണം എന്നുള്ള എന്റെ അപ്പന്റെ ആഗ്രഹത്തിന് വിപരീതമായിരുന്നു പെയിന്റ് അടിക്കാൻ വന്ന ഞാനും മെൽവിൻ ചേട്ടനുമായിട്ടുള്ള ബന്ധം. നീ വിളിക്കടാ അവളെ. നീനും ഇറങ്ങി വാടി. ഞാനിവിടെ മരം പോലെ ഇരിക്കുന്ന ഞാൻ കൊറേ കാലം ഇവളുടെ പുറകെ നടക്കാൻ തുടങ്ങി. ചേട്ടാ ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇവരുടെ കല്യാണം എത്ര പെട്ടെന്ന് നടത്തണം? അച്ഛാ എനിക്ക് ചേട്ടന് ഇഷ്ടം. അച്ഛാ ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടത്തിയത് അച്ഛാ. സ്വന്തം മോളല്ലേ ഈ പറയുന്നത്, അവളുടെ ഇഷ്ടം വേണ്ട നിങ്ങൾ നോക്കാൻ. ഓ അങ്ങനെയാണെന്ന് എനിക്ക് ഞാനൊരു അവസരം തരാം. 2 മാസം മുന്നേ കാണാതെ പോയി ഒരു 4 പവന്റെ മാല ഇടും. അത് നീ കണ്ടുപിടിച്ച് തരുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ ഇവിടെ കെട്ടിച്ചു തരാം. 4 പവന്റെ മാലയോ? അതൊക്കെ ഞാൻ എങ്ങനെയാ? നീനു ഒന്ന് പറയടി. എടാ ഒരു 4 പവന്റെ മാല പോലും ഇല്ലാത്ത നീയൊക്കെ എന്തിനാണ് ആ പെണ്ണ് കിട്ടുന്നത്? ചേട്ടാ ചേട്ടനെ അല്ലാതെ എനിക്ക് വേറെ ആരും ചിന്തിക്കാൻ പോലും പറ്റില്ല. കൂടുതലൊന്നും പറയണ്ട. തന്റെ 4 പവന്റെ മാല തന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ല, തീരെയല്ലേ? തീരും. എന്നാ നീതാടാ മാല. തന്റെ കാണാതെ പോയ 4 പവന്റെ മാല. എന്നെ കാണാനായ 4 പവന്റെ മാല താൻ കൂടുതലൊന്നും അന്വേഷിക്കണ്ട. നീ പോയി അച്ഛന്റെ മാല കിട്ടിയിട്ട് നമ്മുടെ കല്യാണം. എന്നാലും ആ മാല നിനക്ക് എവിടെ? ഞാൻ പെയിന്റ് അടിക്കുമ്പോൾ ഇപ്പൊ കേട്ടത് പണയം വെക്കാൻ ചെന്നപ്പോഴാണ് അറിഞ്ഞത് മുക്കോണ്ടാവും. നിന്റെ അമ്മ ഇപ്പൊ ഭയങ്കര ഉടായിപ്പാ. ഓ 4 പവന്റെ സ്വർണ്ണമാല ഇട്ടെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതൊക്കെ പോയി കിട്ടി. എന്നാലും അവൻ എന്റെ മാല ഇങ്ങനെ കിട്ടിക്കാണും.